യേശുവിൽ എത്രയും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്യാസ വ്രതങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കൊണ്ടിരുന്നത് കൗമാരപ്രായത്തിൽ ഉള്ള കുട്ടികൾ, യുവതി യുവാക്കന്മാർ സന്യാസ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ ഈ ചെറുപ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും വ്രതങ്ങളൊക്കെ സ്വീകരിക്കുവാനായിട്ടുള്ള പക്വതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പക്ഷെ നമ്മളതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. അത് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ഒരു വ്രതമെടുക്കുന്നില്ല. 5 വർഷത്തെ പരിശീലനത്തിന് ശേഷം പ്രഥമ വ്രതവാഗ്ദാനം 1 വർഷം, ഓരോ വർഷവും പുതുക്കിയ ശേഷമാണ് 5 വർഷത്തിൻ്റെ പരിസമാപ്തിയിലാണ് നിത്യവ്രത വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മളോടുകൂടെ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്യാസ ഭവനങ്ങളിലുള്ള പരിശീലനം ഒരുപാട് പട്ടാളച്ചിട്ടയാണെന്ന്, അല്ലെങ്കിൽ വളരെ കഠിനമാണ് എന്നൊക്കെ ഒരു ചിന്ത ആളുകളുടെ ഇടയിലുണ്ട്. ചിലപ്പോഴൊക്കെ ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? കഠിനമാണ് ഈ പരിശീലന കാലഘട്ടം, അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നത് കഠിനമായിട്ടുള്ളൊരു യജ്ഞമാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകളാണ്. ഇതേക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കഠിനമായിട്ട്. ചിലതൊക്കെ അവിടുത്തെ പരിശീലനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും കഠിനമാണെന്ന് പുറത്തുള്ളവർക്ക് തോന്നാം. പക്ഷേ അകത്തുള്ളവർക്ക് അത് കഠിനമാണെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു കാര്യം. ഇപ്പം ചിലർക്ക് ആ വിളിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് കഠിനമായിട്ടൊക്കെ തോന്നാം. ഉദാഹരണമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ ആദ്യത്തെ നാളുകളിലെ സംബന്ധിച്ചിടത്തോളം 16 വയസ്സായിട്ടുള്ള ഒരു കുട്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ സഭയിലെ ആ ചെല്ലുന്ന സന്യാസ ഭവനത്തിലെ പരിശീലന ഭവനത്തിലെ ചില നിയമങ്ങൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ക്രമങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ട് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് എത്തേണ്ട സമയം, അവിടുത്തെ പ്രാർത്ഥനയ്ക്കുള്ള സമയം, പിന്നെ ആധ്യാത്മിക പാരായണം, ജ്ഞാനവായന, പിന്നെ ഭക്ഷണത്തിനുള്ള സമയം, പഠനത്തിനുള്ള സമയം, വിശ്രമത്തിനുള്ള സമയം, ജോലിക്കുള്ള സമയം, കുളിക്കാനായിട്ടുള്ള സമയം, ഇങ്ങനെയൊക്കെ ഓരോ സമയബന്ധിതമായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയബന്ധിതമായിട്ടുള്ളൊരു കാര്യം അവർ ഈ സമൂഹത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വീട്ടിലൊന്നും അങ്ങനെ കാണില്ല. ഉദാഹരണമായിട്ട് 5:30 എഴുന്നേൽക്കുക എന്ന് പറയുന്ന കാര്യം, ഈ 15 വയസ്സായിട്ടുള്ള 16 വയസ്സായിട്ടുള്ള കുട്ടികൾ അവർ വീട്ടിലായിരിക്കുന്ന സമയത്ത് 7 മണിക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യമെങ്കിലും അപ്പനോ അമ്മയോ ഒക്കെ വിളിച്ചെങ്കിലേ എഴുന്നേൽക്കുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ 5:30 അല്ലെ 5:15 ഉണർത്തുമണി അടിക്കുമ്പോൾ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ആരംഭത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന സമയത്ത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ചാപ്പലിൽ വരണം. അപ്പം പള്ളിയിലൊന്നും അങ്ങനെ എല്ലാ ദിവസവും പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ. ഭക്ഷണത്തിൻ്റെ കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിയെന്ന് വരികയില്ല. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം 10-30 പേരൊക്കെ ഇവിടെ കാണും. അപ്പം 3-4 പേരെ വീട്ടിലുണ്ടാകുള്ളൂ. ഓരോരുത്തരുടെ താല്പര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാം. അടുക്കളയിൽ പോയിരുന്ന് കഴിക്കാം, ഇഷ്ടമുള്ളപ്പം കഴിക്കാം. ഇപ്പോൾ ഒരു ഓംലെറ്റ് വേണമെന്ന് തോന്നുകയാണ്, പോയി ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതി ഒക്കെ സംബന്ധിച്ചിടത്തോളം അത് നടക്കില്ല. പൊതുവായിട്ടുള്ള ഭക്ഷണം എന്നുള്ളതാണ്. അത് ആദ്യകാലങ്ങളിലൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഞാനിപ്പോൾ ഓർക്കുന്നു, ഈ
സെമിനാരികളിൽ ഇപ്പം മലബാറിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, ഇടുക്കിയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, അതുപോലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന്, ചേർത്തലയിൽ നിന്നൊക്കെയുള്ള കുട്ടികളുണ്ട്. അപ്പം ചില സമയത്ത് കപ്പ 4 മണിക്കത്തെ ഭക്ഷണത്തിന് കപ്പ വേവിച്ച് വയ്ക്കും അങ്ങനെയായിട്ടുള്ള. അപ്പോൾ ഈ ചേർത്തല വൈക്കം ഭാഗത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ജോലി എന്ന് പറയുന്നത്, അപ്പം ചെറിയ ജോലികളൊക്കെ അത് ആളുകൾ സാധാരണ ഇരിക്കുന്നത് അവരെ കൊണ്ട് പണിയിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ളത്. എൻ്റെ കൊച്ചു ക്ഷീണിച്ചു പോയി, അങ്ങനെ സെമിനാരിയിലൊക്കെ പോയി അവധിക്ക് വന്നു കഴിഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചാണ്, അത് അവരെ കൊണ്ട് പണിയിപ്പിക്കുകയാണ്, ഒരുപാട് പണിയിപ്പിക്കുന്നത് പറഞ്ഞു. 4 മണിക്ക് അല്ലെങ്കിൽ 4:15 ചായക്ക് വിട്ട് ഒരു 30 മിനിറ്റ് നേരത്തെ ഫ്രീ കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു പൂന്തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പുല്ല് ചെത്താനോ ഇങ്ങനെയായിട്ടുള്ള, പൂന്തോട്ടത്തിലാണെന്ന് ഓർത്തോണം. അപ്പോൾ ഇത് തെങ്ങിൻ്റെ ചൂട് കളയ്ക്കാനോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല, പൂന്തോട്ടത്തിൽ ചെറിയൊരു പരിപാടി കാണും, അല്ലെങ്കിൽ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികൾ കാണും. അത് ഒരു 25-30 മിനിറ്റ് നേരത്തേക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 35-40 മിനിറ്റ് നേരത്തേക്ക് കളിയുണ്ട് ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ ഈ പരിശീലന കാലഘട്ടത്തിലെയുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉറങ്ങാനുള്ള സമയം, വിശ്രമിക്കാനുള്ള സമയമുണ്ട്, അതിൽ നിശബ്ദതയുണ്ട്. അപ്പോൾ നിശബ്ദതയെ സംബന്ധിച്ചിടത്തോളം ഈ അത്താഴം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച്, സഭയുടെ നിയമം അനുസരിച്ച് രാത്രി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണ സമയം വരെ കഠിന വീണ്ടെടുക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ആദ്യം വരുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാവരും കൂടി അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ വർത്തമാനമൊക്കെ പറഞ്ഞുമൊക്കെ ചിരിച്ച് കളിച്ചൊക്കെ പോകുന്നതാണ്. അതിവിടെ നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ ബുദ്ധിമുട്ടുകളല്ലാതെ തരത്തിലുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ അവിടെ നിയന്ത്രണമുണ്ട്, പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിലുണ്ട്, ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സെമിനാരിയിലേതും അതുപോലെ സന്യാസ പരിശീലന കേന്ദ്രങ്ങളിലെയൊക്കെ നിയന്ത്രണം എന്ന് പറയുന്നത് അത് സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തന്നെയാണ് നമുക്ക് പല മേഖലകളിൽ കാണാൻ പാടില്ലേ. ഈ പറയുന്ന കഠിനമായിട്ടുള്ള ചില ചിട്ടകൾ ചില വിഭാഗം ആളുകളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് സൈനികർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയിൽ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ നമ്മളൊരു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഈ സൈനിക സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ വിധേയരായിട്ട് ഇതൊക്കെ അവരുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിനൊക്കെ സഹായിക്കുന്നതായിട്ടുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു സൈനിക സ്കൂളിലെ ബോർഡിങ്ങിലെ ചില നിയമങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഹെയർ കട്ട് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഫാഷനബിളായിട്ടുള്ള ഹെയർ കട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഉപയോഗിക്കുന്ന ഷൂ എങ്ങനെയുള്ളതായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇതിന് പോലും നിയന്ത്രണം. അപ്പോൾ എപ്പോഴാണ് സന്ദർശകരെ വീട്ടിൽ നിന്നുള്ളവരെ സ്വീകരിക്കാനായിട്ടുള്ള സമയം, ഫോണ് വിളിക്കാനായിട്ടുള്ള സൗകര്യം, അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇപ്പോഴും. ചിലയിടത്ത് ചിലപ്പം ഓരോ സ്റ്റേറ്റിൻ്റെ അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാകും. പക്ഷേ പല സ്റ്റേറ്റുകളിലും മൊബൈൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഞായറാഴ്ച ദിവസം അവധി ദിവസങ്ങളിൽ മാത്രമേ വീട്ടിലുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അധികാരികൾ വഴിയായിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ചില നിയമങ്ങളും ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ആരംഭത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ പ്രയാസമായിരിക്കും. പക്ഷേ പിന്നീട് എല്ലാമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയും അതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും അനുഭവപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് കഠിനമായിട്ടുള്ള ഒരു പരിശീലനമാണ്, കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരിക്കുന്ന പോലെയാണെന്നുള്ള ഒരു ചിന്തയൊക്കെ ഇന്നിപ്പം പലർക്കും ഇല്ല. കാരണം ഈ കുറച്ചുകൂടെയൊക്കെ ഓപ്പണായിട്ട് ഈ അതിഥികളെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പലരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു കാര്യമില്ലെന്നാണ് കുറച്ചുകൂടി ഫ്ലെക്സിബിളായി. അതെ, കുറച്ചുകൂടെ പോവാം. പിന്നെ ഈ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. മറ്റ് മേഖലകളിൽ ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് അത് ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും.
പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധാരണഗതിയിലുള്ള ഒരു കാര്യം, ഈ വ്രതമെടുത്തതിന് ശേഷം ആദ്യത്തെ വ്രതമെടുത്തതിന് ശേഷം സ്വീകരിച്ചതിന് ശേഷം പോകാൻ പറ്റുമോ? ഇവരെങ്ങോട്ട് പോകുന്നു, അതായത് ഇവരെ നിയമിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യവ്രതം എടുത്തതിന് ശേഷം 5 വർഷമെങ്കിലും പിന്നിട്ടിട്ടാണ് നിത്യവ്രതം എടുക്കുന്നതെന്ന് പറയുന്നത്. ഈ 5 കൊല്ലത്തിന് എന്താ ഒരു പരിപാടി? അപ്പോൾ ഈ 5 കൊല്ലത്തിന് ആദ്യവ്രതത്തിനും നിത്യവ്രതത്തിനും ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന സന്യാസത്തിലെ അംഗമായി സന്യാസഭയിലെ അംഗമായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് നമ്മൾ സിസ്റ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ വരുമ്പോഴും മറ്റ് സന്യാസ വൈദികരാകുമ്പോഴത്തേക്ക് അവർ വൈദിക പരിശീലനത്തിൽ ഏർപ്പെടുകയാണ്, വൈദിക പരിശീലനത്തിൽ വിധേയരാവുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ സന്യാസിനികളെ, നവസന്യാസിനികളെ ഓരോ കോൺവെൻറ്റിലേക്കും, സഭയിലെ ഓരോ കോൺവെൻറ്റിലേക്കും അയക്കുകയാണ്, ഓരോ കോൺവെൻറ്റിലെയും മെമ്പർ ആവുകയാണ് അവിടെ. അപ്പോൾ അവിടെ ഓരോ കോൺവെൻറ്റിലെയും ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒരു BEd ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സിസ്റ്ററാണ്. അപ്പോൾ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടനിൽ പഠിപ്പിക്കാനായിട്ട് ഇട്ടിരിക്കും. അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്സിലെ ഏതെങ്കിലും ഒരു ജോലി, ഏതെങ്കിലും സിസ്റ്റേഴ്സിനെ സഹായിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ജോലിയിലായിരിക്കാം അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, ഒരു ഓർഫനേജ് ഉണ്ട്, അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിലെ ജോലിയിൽ സഹായിക്കാനായിട്ട് അവരെ നിയമിക്കുകയാണ്. ചിലരെയെങ്കിലും ഈ കാലയളവിൽ ഉപരിപഠനത്തിനായിട്ട് വിടുന്നതുമുണ്ട്, ചുരുക്കമായിട്ടെങ്കിലും കണ്ടിട്ടുണ്ട്. ഇനി ഉപരിപഠനം അതിൻ്റെ കഴിവൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉപരിപഠനത്തിനായിട്ട് വിടുന്ന ഇതുണ്ട്. പക്ഷേ ഈ പറയുന്ന നവസന്യാസിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ ഉത്തരവാദിത്തമുള്ള ജോലികൾ നൽകുകയില്ല. അധികാരസ്ഥാനം കൊടുക്കില്ല. അതുപോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഭാരിച്ച ജോലികൾ കൊടുക്കുകയില്ല. കാരണം ഇതിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ്. അതിനുള്ളൊരു പരിശീലനം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചെറിയ ചെറിയ ജോലികൾ, ഉത്തരവാദിത്തങ്ങളുള്ളതൊക്കെ കൊടുത്താണ്. അല്ലാതെ വലിയൊരു ഉത്തരവാദിത്തം, വലിയൊരു പ്രസ് മാനേജ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു ജോലിയൊന്നും കൊടുക്കുകയില്ല. അപ്പോൾ ഒരു പരിശീലനം, ഈ ഒരു പ്രേക്ഷിത പ്രവർത്തന രംഗത്ത്, അപ്പസ്തോലിക പ്രവർത്തന രംഗത്തുള്ള ഒരു പരിശീലനത്തിന് സഹായകമാകത്തക്ക വിധത്തിലുള്ള ഒരു ജോലിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരുടെ പരിശീലനം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത്, നോവിഷ്യേറ്റ് കഴിഞ്ഞതോടുകൂടി. അപ്പോൾ ഇവരേത് മഠത്തിലേക്ക് ഇവരെ അയക്കുന്നുവോ ആ മഠത്തിലെ ഒരു സുപ്പീരിയർ ആയിരിക്കും, മദർ സുപ്പീരിയർ ഇവരുടെ കാര്യത്തിൽ, ഇവരുടെ ഒരു തുടർ പരിശീലനത്തിൽ ഇവരെ സഹായിക്കും എന്നുള്ളതാണ്. അതായത് വേണ്ടത്ര മാർഗനിർദ്ദേശം നൽകും, പ്രോത്സാഹനം നൽകും, തിരുത്തലുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തിരുത്തലുകൾ നൽകും. അപ്പോൾ ഇവരിങ്ങനെ വീണ്ടും മുമ്പത്തേതുപോലെയുള്ള ഒരു പരിശീലനത്തിലൂടെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ പോലും ഇവരെ നയിക്കാനും നിയന്ത്രിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പിന്നീടും സഭയിലെ അംഗങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളുണ്ട്. മാത്രമല്ല ഈ നവസന്യാസികൾ സന്യാസത്തിലേക്ക് പ്രഥമ വ്രതം സ്വീകരിച്ച് കടന്നു വരുന്നവർ, നിത്യവ്രതത്തിന് മുമ്പായിട്ടുള്ള അങ്ങനെ കുറേ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം പൊതുവായിട്ടുള്ള ചാർജായിട്ടുള്ളൊരു സിസ്റ്റർ ഉണ്ടാവും. ഒരു പ്രൊവിൻസിൻ്റെ മൊത്തത്തിൽ ഒരു സിസ്റ്റർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അച്ഛൻ ഉണ്ടാകും ഉള്ളതാണ്. അപ്പോൾ ഇവരെ ഇടയ്ക്കൊക്കെ പോയി, ഇവർ പല മഠങ്ങളായിരിക്കും, ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ഇവരെ സന്ദർശിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ പോകുന്നു, അവരുടെ സമൂഹ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ ശുശ്രൂഷ, ഇതിലൊക്കെ നേരിടുന്ന പ്രയാസങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരോടുള്ള കൺസേൺ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഇവർക്കുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിലാണ് ഈ 5 വർഷം ഇങ്ങനെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഈ കാലയളവിലും ഇവർക്ക് ചിന്തിക്കാൻ, തീരുമാനമെടുക്കാൻ ഓരോ വർഷവും ഇങ്ങനെ നവീകരിക്കുന്നു. ഇതിൻ്റെ അവസാനമാണ് നിത്യവ്രതം എടുക്കുന്നത് പറയുന്നത്. നിത്യവ്രതം എന്ന് പറയുമ്പം പിന്നീട് എടുക്കുന്നത് ഓരോ വർഷത്തേക്കല്ല, അതിങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ട് പോകാനും പറ്റിയല്ല. അത് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ്, ലൈഫ് ലോങ് ആയിട്ട്. അപ്പം നിത്യവ്രതം അതിനും മുമ്പായിട്ട് ഈ പറഞ്ഞ പോലെ അത് കാര്യമായിട്ട് തന്നെ ചിന്തിച്ചതിന് ശേഷമാണ്
അപ്പം നിത്യവ്രതം എടുക്കുന്നതിന് മുമ്പായിട്ട് പല സന്യാസ സഭകളിലും സന്യാസിനി സഭകളിലും 40 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് പ്രാർത്ഥനയുണ്ടായിരിക്കും. കാരണം നിത്യമായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിന് തങ്ങളെ തന്നെ വീണ്ടും ഒരുക്കാനായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടും നല്ല തീരുമാനമെടുക്കാനായിട്ടും ഇപ്പോൾ ഈ കാലയളവിൽ പറ്റിയല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാം. അതുപോലെ ഇന്ന ആൾക്ക് ഈ ഇന്ന കാരണം കൊണ്ട് മുന്നോട്ട് പോകാനൊരു സഭയിൽ തുടർന്ന് പറ്റില്ല, തുടർന്ന് ശരിയല്ല, അപ്പം പിന്തിരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കും. സഭാധികാരികൾക്കും ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരിക്കൽ ഈ നമ്മുടെ വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് റദ്ദാക്കുക അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാനായിട്ട് അതിന് ആർക്കാണ് അതിൻ്റെ അധികാരമുണ്ടോ? ആർക്കാണ് അതിനുള്ള അധികാരം? അപ്പോൾ വ്രതങ്ങൾ ഡിസ്പെൻസ് ചെയ്യുക എന്ന് പറയുന്നത്, ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത് അതിൽ വിടുതൽ നൽകുക, അതിൻ്റേതായിട്ടുള്ള ഒബ്ലിഗേഷൻസ്, അതിൻ്റെ കടമകളിൽ നിന്നുമൊക്കെ വിടുതൽ നൽകുക എന്ന് പറയുന്നത് അത് ഓരോ സഭയ്ക്കും അതിൻ്റെ ഉന്നത അധികാരിയാണ് ഇതിന് വിടുതൽ നൽകുന്നത്. അത് അനിത്യവ്രതത്തിൽ നിന്നും നിത്യവ്രതത്തിൽ നിന്നുമൊക്കെ വിടുതൽ നൽകുന്നത് അവരാണ്. അപ്പോൾ ഇതിന് 2 കാര്യം അവരാണ് നൽകുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സന്യാസിനി ഒരു അപേക്ഷിക്കുകയാണ്, തനിക്ക് ഈ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഈ സഭയിൽ, അത് കാരണങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ട്, വെറുതെ ഒരു ദിവസം അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് തനിക്ക് വിടുതൽ നൽകണം എന്ന് അപേക്ഷിക്കണം, ഒരു അപേക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അപേക്ഷ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് എന്താണ്, എന്ത് കാരണം കൊണ്ടാണ്, എന്തൊക്കെ കാരണം കൊണ്ടാണ്, നിസ്സാര കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഗൗരവമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഉന്നതാധികാര സമിതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ഒരു സഭയുടെ ആണെങ്കിൽ സുപ്പീരിയർ ജനറലും അദ്ദേഹത്തിൻ്റെ കൗൺസിലും അവിടെ ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. ഒരു കളക്റ്റീവായിട്ടുള്ള തീരുമാനം. അതെ, അതായത് അദ്ദേഹത്തിൻ്റെ കൗൺസിൽ, നമ്മൾ സുപ്പീരിയർ ജനറലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശക സമിതിയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് തീരുമാനം എടുക്കുന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നിത്യവ്രതത്തെ സംബന്ധിച്ചിടത്തോളം ഇതുതന്നെയാണ്. അപ്പം അതിനും നിത്യവ്രതത്തെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ആദ്യവ്രതം എടുത്തതിന് ശേഷം 5 വർഷം നവീകരിച്ചു, അതിന് ശേഷമാണ് നിത്യവ്രതം എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നിത്യവ്രതം എടുത്ത ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിരളമായിട്ടാണ് സഭ വിട്ടു പോകുന്നത്. കാരണം അത് കാര്യമായിട്ടൊക്കെ ചിന്തിച്ചതിന് ശേഷമാണ് തീരുമാനം എടുത്തിരിക്കുന്നത്, നിത്യവ്രതം എടുത്തിരിക്കുന്നത്. വിരളമായിട്ട് പോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ വിടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പോകുമ്പോൾ ഇങ്ങനെ നിത്യവ്രതം എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോവുകയാണെന്നുണ്ടെങ്കിൽ, ആ വ്യക്തി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് അത് എന്തുകൊണ്ട് പോകുന്നു, അത് ഈ അനിത്യവ്രതം ടെമ്പററി വൗസ് എടുക്കുന്ന ആൾ പോകുന്നതിനേക്കാളും ഗൗരവമായിട്ട് തന്നെയാണ് ഈ അവർ അപേക്ഷ പോകാനുള്ള വിടുതൽ കിട്ടാനുള്ളൊരു അപേക്ഷ പരിഗണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് വ്രതബദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ. അതുപോലെ തന്നെ സമൂഹ ജീവിതത്തിൻ്റെ ഒരു ഇതായിരിക്കാം. അങ്ങനെ അത് ശരിക്കും ഈ കാരണങ്ങൾ ശരിയാണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഗൗരവമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ വ്രതത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഒരാൾക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിർബന്ധിക്കില്ല. കാരണം പക്ഷേ എന്നാൽ തന്നെ ഇപ്പം എന്താണ് ചെറിയൊരു കാരണം പറയാം, വീട്ടിലൊരു ചെറിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ മുന്നോട്ട് നിൽക്കാനായിട്ട് പോകാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഞാൻ ചെന്നാലേ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്നാൽ പൊയ്ക്കോ എന്ന് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു ദൈവത്തിൻ്റെ ഒരു വിളി, ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇത് ഉപേക്ഷിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ അത് എത്രമാത്രം ഗൗരവമായിട്ടുള്ളതാണ് ഈ ഒരു കാര്യം, നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണോ, നമുക്ക് എന്തെങ്കിലും ഉപദേശം കൊടുത്ത് പറ്റുന്നതാണോ, അല്ലെങ്കിൽ എനിക്ക് സമൂഹ ജീവിതം ബുദ്ധിമുട്ടാണ്, ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഈ സമൂഹ ജീവിതം എന്ന് പറയുന്നത്
ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ആയിരിക്കുന്ന സമൂഹത്തിലെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോഴും. അപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ കാണും ചിലപ്പോൾ. ഒന്നുകിൽ വേറൊരു സമൂഹത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലതൊക്കെ പരിഹരിക്കാവുന്നതാണ്. ഒരു റീതിങ്കിങ്ങിന് നമ്മൾ അവസരം കൊടുക്കും. തീർച്ചയായിട്ടും റീതിങ്കിങ്ങിന് പെട്ടെന്ന് അങ്ങനെ ഒരു ഇതല്ല. അപ്പോൾ ഒരു കൗൺസിലിങ്ങിനുള്ള ഒരു ഇതാണ് കൊടുക്കും, പ്രത്യേകിച്ച് നിത്യവ്രതത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് ഈ നിത്യവ്രതം എടുക്കുന്നതിന് മുമ്പായിട്ട് അധികാരികളും തീരുമാനിക്കും. ഇത് ഇയാൾ നിത്യവ്രതം സ്വീകരിച്ചുകൊണ്ട് സഭയിലെ നിത്യമായിട്ടുള്ളൊരു അംഗമാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സഭയുടെ വിളിക്കനുസരിച്ച്, സന്യാസത്തിന് അനുസരിച്ച്, സഭയുടെ വിളിക്കനുസരിച്ച്, അതിൻ്റെ ചൈതന്യം അനുസരിച്ചുകൊണ്ട് ഒരു സന്യാസ ജീവിതം നയിക്കാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുമോ, അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതം വഴിയായിട്ട് ഒരു കത്തോലിക്ക സഭയ്ക്കും ഒക്കെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യമായിട്ട് തന്നെ സഭയും ചിന്തിക്കുമെന്നുള്ളതാണ് നിത്യവ്രതത്തിന് മുമ്പായിട്ട്. അപ്പോൾ നിത്യവ്രതം എടുത്ത് കഴിഞ്ഞാൽ ഒരാളെ അങ്ങനെ സഭയുടെ ഭാഗത്തുനിന്ന് പിരിച്ചുവിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതും ഗൗരവമായിട്ടുള്ള കാരണം വേണം, ഗൗരവമായിട്ടുള്ള കാരണം. അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് പള്ളിയിലിരുന്ന് ഉറങ്ങുക പ്രാർത്ഥനയുടെ സമയത്ത്, എന്നാൽ ഇതിനെ വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട്, കാരണം പ്രാർത്ഥനാ ജീവിത സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എന്തുകൊണ്ട് ഉറങ്ങുന്നു. ചില ആൾക്കാർ രാത്രിയിൽ ഉറങ്ങുന്നു പറയുന്നത് വളരെ താമസിച്ച് കിടക്കുന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് മെഡിസിൻ്റേതായിട്ടുള്ളതായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കാണും ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരാളെ വിടാനായിട്ട് നിത്യവ്രതം എടുത്തിരിക്കുന്ന ഒരാളെ പറ്റത്തില്ല. ഗൗരവമായിട്ടുള്ള കാരണങ്ങളായിരിക്കും. പക്ഷേ സന്യാസ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലുള്ള ഗൗരവമായ വീഴ്ചകൾ ഗൗരവമായ കാര്യമായിരിക്കും. ഗൗരവമായിട്ടുള്ള കാര്യമാണ്, ഗൗരവമായിട്ടുള്ള കാരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്താണ് ഗുരുതരമായിട്ടുള്ള കാരണങ്ങളെന്ന് പറയാത്തത് കൊണ്ടാണ്. അപ്പം ബ്രഹ്മചര്യ ജീവിതം അതിൽ പറ്റില്ല, അതിൽ വീഴ്ച വന്ന് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് ഒരാൾ വെളിപ്പെടുത്തുന്നു. അല്ല, ഒരു വ്യക്തിക്ക് അത് സഭയ്ക്ക് അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് വിടുതൽ കൊടുക്കാനായിട്ട് വിടുതൽ കൊടുക്കും, സഭ വിടുതൽ കൊടുക്കും എന്നുള്ളതാണ് സഭയുടെ ഭാഗത്ത്. മറ്റൊരു ചോദ്യം കൂടി ഇത് എപ്പിസോഡ് അവസാനിക്കുന്ന മുമ്പ്, ഇപ്പോൾ അങ്ങനെ ഒരാളെ സഭ സന്യാസത്തിൽ നിന്ന് പുറത്താക്കിയാൽ ആ വ്യക്തിയോട് നീതി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ തോന്നിയാൽ, ആ വ്യക്തിക്ക് തോന്നിയാൽ, അധികാരികൾക്ക് അത് പരാതിപ്പെടാനോ ഒരു റിവ്യൂവിനോ ഉള്ള അവസരമുണ്ടോ? തീർച്ചയായിട്ടും അതിനുള്ള അവകാശമുണ്ട്. കാനൺ നിയമം അതിനുള്ളത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് സുപ്പീരിയർ ജനറലും കൗൺസിലും കൂടി തീരുമാനിച്ച് ഒരാളെ പുറത്താക്കുന്നു. അപ്പം പുറത്താക്കുന്നതിന് മുമ്പായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് സാർ ചോദിക്കുമ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കണം. ഗുരുതരമായിട്ടുള്ള കാരണം. രണ്ട് എന്ന് പറയുന്നത് ഈ കാരണങ്ങൾക്ക് നമുക്ക് പ്രൂഫ് വേണം, തെളിവ് വേണം. വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ എന്നുള്ളതാണ്, പ്രൂഫ് വേണം. മൂന്ന്, അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് 2 തവണ എങ്കിലും ഇതിനെ വാൺ ചെയ്തിരിക്കണം. പൊതുവായിട്ടുള്ളൊരു കാര്യം, താക്കീത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അത് രേഖാമൂലം വേണ്ട, അത് രേഖാമൂലവും കൊടുത്തിരിക്കണം. ചില കാര്യങ്ങളിൽ, ചില ഇതിൽ സാക്ഷികളുടെ മുമ്പിലും ആയിരിക്കണം ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ പൂർത്തിയായതിന് ശേഷം ആണ് ഇവർ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ തീരുമാനവും ഈ പ്രൊസീജിയറൊക്കെ പാലിച്ചതിന് ശേഷം ഈ തീരുമാനവും ആർക്കെതിരെ ഒരു തീരുമാനമെടുത്തോ ആരെ സഭയിൽ നിന്നും വിടുതൽ കൊടുക്കുന്നുവോ അപ്പോൾ അയാൾക്ക് തൃപ്തി അല്ല തീരുമാനത്തിൽ, അയാൾക്ക് ഉപരിയായിട്ടുള്ള ഈ പറയുന്ന സഭയിലെ ഉന്നതാധികാര സമിതി എടുത്ത തീരുമാനത്തിന് മുകളിൽ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്ന അധികാരത്തിന് കൊടുക്കാനായിട്ട് പാത്രിയാർക്കീസ്
ഒരു പാട്രിയാർക്കൽ സഭയാണെങ്കിൽ പാത്രിയാർക്കീസിന് കൊടുക്കാം, അപ്പീൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹോളി സീക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നിലപാട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നീട് സംസാരിക്കാം. യേശുവിൽ പ്രിയമുള്ളവരെ, സന്യാസ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രഥമവ്രത വാഗ്ദാനവും നിത്യവ്രത വാഗ്ദാനവും ഒക്കെ കഴിഞ്ഞ വ്യക്തികൾ ചിലപ്പോഴൊക്കെ സഭ വിട്ടുപോകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ സഭാധികാരികൾ വ്യക്തികളെ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയം നമ്മൾ തുടർന്ന് ഉള്ള ആഴ്ചകളിൽ ചിന്തിക്കുന്നതാണ്. ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കൂടെ അവിടെ കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.